1924, 1925 വർഷങ്ങളിൽ ജനിച്ച വളരെ മഹാരഥന്മാരായ സാംസ്കാരിക നായകന്മാർ, ആ കാലങ്ങളിൽ ഉണ്ടായ പ്രസ്ഥാനങ്ങൾ, ചലനങ്ങളൊക്കെയാണ് ആധുനിക കേരളത്തെ നവോത്ഥാനാനന്തരം മാനവികമായി ഉയർത്തിക്കൊണ്ടുവന്നത്. അതുവരെ നവോത്ഥാനത്തിന് തൊട്ടു മുമ്പ് വരെ നമുക്കറിയാം, തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരും കെട്ടുപാടുള്ളവരും പാടില്ലാത്തവരും നാലാം വേദക്കാരും വേദമില്ലാത്തവരുമായി സമൂഹത്തിലെ 95% ആളുകൾ അകറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരു പിടി സവർണ സമ്പന്ന സമൂഹത്തിന് മാത്രം സമൂഹത്തിൽ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു കാലത്തെയാണ് നവോത്ഥാനം മാറ്റിമറിച്ചത്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം, ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ലാത്ത വിധത്തിൽ ഈ നവോത്ഥാനമായ ആധുനികീകരണത്തിന് നേതൃത്വം വഹിച്ചത് കേരളത്തിൽ വലിയ സന്യാസിമാരാണ്. അയ്യാ വൈകുണ്ഠൻ തൊട്ട് തൈക്കാട്ട് അയ്യാവ്, വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, വാഗ്ഭടാനന്ദ ഗുരുദേവൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, ആനന്ദ തീർത്ഥൻ. നിങ്ങൾ നവോത്ഥാനത്തിന്റെ ആരംഭഘട്ടത്തിൽ കാണുന്നതൊക്കെ സന്യാസിമാരെയാണ്. അവർ സന്യാസിമാർക്കിടയിലെ യുക്തിവാദികളായിരുന്നു, യുക്തിവാദികൾക്കിടയിലെ സന്യാസിമാരുമായിരുന്നു. ഈ കേരളത്തിന്റെ നവോത്ഥാന സന്യാസിമാരുണ്ടാക്കിയെടുത്ത ഒരു വലിയ ചലനത്തിന്റെ തുടർച്ചയാണ് നവോത്ഥാന കവിതയും നവോത്ഥാനാനന്തര കവിതയും. കുമാരനാശാനിൽ തുടങ്ങി നവോത്ഥാനാനന്തരം വികസിച്ചു വന്ന നമ്മുടെ കാവ്യ സംസ്കൃതി ഈ നവോത്ഥാനത്തിന്റെ വാക്കായിരുന്നു. കവിത കേരളത്തിൽ നവോത്ഥാനത്തിന്റെ വാക്കായിരുന്നു. അതിൻ്റെ ഒരു ഉന്നത വികാസമാണ് നമ്മൾ തിരുനെല്ലൂരിലൊക്കെ കാണുന്നത്. കവിത്രയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, ആധുനിക കവിത്രയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കുമാരനാശാന്റെയും വള്ളത്തോൾ നാരായണമേനോന്റെയും ഉള്ളൂരിന്റെയും പ്രഭാവത്തിന് ശേഷം പഞ്ചമഹാകവികൾ എന്നാണ് ഞാൻ അവരെ വിശേഷിപ്പിക്കാറുള്ളത്. കമ്മ്യൂണിസ്റ്റ് കവിത്രയം എന്ന് ഇടക്കാലത്ത് വെച്ച് ആരോ പരിഹസിച്ച് വിളിച്ചെങ്കിലും കമ്മ്യൂണിസ്റ്റ് കവിത്രയത്തിൽ ഒതുങ്ങുകയില്ല. ആധുനിക മഹാകവിത്രയം, പഞ്ചമഹാകവികൾ, ത്രയമല്ല പഞ്ചമഹാകവികൾ, അത് പി ഭാസ്കരൻ, ONV കുറുപ്പ്, വയലാർ രാമവർമ്മ, തിരുനെല്ലൂർ കരുണാകരൻ, പുതുശ്ശേരി രാമചന്ദ്രൻ. അവരെ അരുണദശകങ്ങളുടെ കവികൾ എന്നാണ് നമ്മൾ സാമാന്യന വിശേഷിപ്പിക്കുന്നത്. ആ അരുണദശകങ്ങളുടെ കവികൾ മാത്രമല്ല, അവർ സംസ്കൃതിയെയും ആധുനികതയെയും അരുണ ദശകങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയും സവിശേഷമായ ഒരു ചേരുവയിൽ സംയോജിപ്പിച്ച കവികളാണ്. ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതുവരെ സംക്രമിച്ചു വന്ന ദർശനങ്ങളെ മുഴുവൻ ഏറ്റവും നല്ലൊരു അനുപാതത്തിൽ മാനവികമാക്കി തീർക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ പഞ്ചമഹാകവികൾ ചെയ്തത്. അതിലൊരു പ്രധാന കവിയാണ് തിരുനെല്ലൂർ കരുണാകരൻ. എന്തുകൊണ്ടോ എനിക്ക് സങ്കടം തോന്നാറുണ്ട്, വയലാറിൻ്റെയോ ഭാസ്കരൻ്റെയോ ONVയുടെയോ കൂടെ അങ്ങനെ ചേർത്ത് പറഞ്ഞാൽ പോരാ. ഒരു ഘട്ടത്തിൽ കവിതയിൽ ഇവരുടെ സംഭാവനകളെക്കാൾ മികച്ച സംഭാവന നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മോശമാക്കാൻ വേണ്ടിയല്ല. പി ഭാസ്കരനോ ONVയോ വയലാറോ കവിതയിൽ നൽകിയതിനേക്കാൾ വലിയ സംഭാവനകൾ കവിതയിൽ നൽകിയ ആളാണ് തിരുനെല്ലൂർ കരുണാകരൻ. പാട്ട് മോശമാണെന്ന് ഒരിക്കലും ഞാൻ കണക്കാക്കുന്നില്ല. പാട്ടിലാണ്, ഒരുപക്ഷെ ONVയുടെയും വയലാറിൻ്റെയും ഭാസ്കരൻ്റെയും പാട്ടുകളിലാണ്, ഗാനങ്ങളിലാണ് കവിത ഏറ്റവും സാന്ദ്രമായി നിലനിന്നത്. തിരുനെല്ലൂർ അപൂർവം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പാട്ടുകൾ സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, ഗാനങ്ങൾ സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഊന്നിയത് കവിതയിൽ തന്നെയാണ്. അപ്പം ആ കാവ്യ സംസ്കൃതിയുടെ ഒരു സൗന്ദര്യ മണ്ഡലം വളരെ പ്രധാനമായി പഠിക്കപ്പെടേണ്ടതാണ്. എനിക്ക് നിർഭാഗ്യവശാൽ തിരുനെല്ലൂരിനെ കാണാൻ ഭാഗ്യമുണ്ടായില്ല. ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടും ഗുരുത്വമായിട്ടും എപ്പോഴും പറയാറുള്ളത്, ഞാൻ ജനിച്ച കാലത്ത് 1960 ജനിച്ച ആളാണ്. അന്ന് ജീവിച്ചിരുന്ന പ്രബലരായ കവി ഗുരുക്കന്മാരെയൊക്കെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മഹാകവി ഇടശ്ശേരിയിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങാൻ ഭാഗ്യമുണ്ടായി. പി കുഞ്ഞിരാമൻ നായരെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂവെങ്കിലും ആ കാഴ്ച ഒരു വല്ലാത്ത കാഴ്ചയാണ്. ഗുരുവായൂർ അമ്പല നടയിൽ 2 കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ വാർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കണ്ടത്. അടുത്തുപോയി ഞാനിങ്ങനെ കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ ഞാൻ കവിയുടെ കാൽപ്പാടുകളും എന്നെ തിരയുന്ന ഞാനും നിത്യകന്യകയെ തേടിയൊക്കെ വായിച്ച് കഴിഞ്ഞ ഘട്ടമാണ്. ഒരു പാപ തീർത്ഥാടകനാണ് എൻ്റെ മുൻപിൽ നിൽക്കുന്നത് എന്ന് ആ 17ാമത്തെയോ 18ാമത്തെയോ വയസ്സിലാണ് ഞാൻ കാണുന്നത്. എൻ്റെ മനസ്സിൽ അന്ന് തോന്നി, എന്ത് നേടി ജീവിതത്തിൽ ചോദിക്കുന്നു നക്ഷത്രങ്ങൾ, എല്ലാം കൊടുത്തു ഞാൻ നേടി കണ്ണുനീർ തുള്ളി.
ഒരു തുള്ളി കണ്ണുനീര് നേടാൻ വേണ്ടി എല്ലാം കൊടുത്തൊരാൾ. ആരുവാൻ വിളിക്കുന്നത് എന്നെ, ഞാൻ എല്ലാം നേടി, ആത്മാവ് നഷ്ടപ്പെട്ടോരഭയാർത്ഥിയാം മർത്യൻ. ആ വേദനയിൽ നിന്നാണ് പിയുടെ പ്രണയപാപങ്ങൾ എന്ന പുസ്തകം ഞാൻ എഴുതിയത്. വൈലോപ്പിള്ളിയുടെ കൂടെ ഒരു കവിയരങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. ജിയെ ദൂരത്തു നിന്നാണെങ്കിലും കണ്ടു. മലയാളത്തിൻ്റെ അമ്മയായ ബാലാമണി അമ്മയുടെ കൂടെ ഒരു ചെറുമകനെ പോലെ ധാരാളം ഇടപെടാൻ ഭാഗ്യമുണ്ടായി. ONV സാറിൻ്റെ കൂടെ എത്രയോ സഞ്ചരിച്ചു. പി ഭാസ്കരൻ മാഷുമായിട്ടും അടുത്തൊരു ഹൃദയബന്ധം ഉണ്ടാക്കാൻ ഭാഗ്യമുണ്ടായി. അക്കിത്തത്തോടൊപ്പം കുട്ടിക്കാലം മുതൽ എത്രയോ സഞ്ചരിച്ചു. ആ കാലത്തെ മിക്കവാറും കവികളെയൊക്കെ കണ്ടു. എനിക്ക് വയലാറിനെ കാണാൻ ഭാഗ്യമുണ്ടായില്ല. വയലാർ മരിക്കുമ്പോൾ എനിക്ക് 15 വയസ്സേ ആയിട്ടുള്ളൂ. അതിൽ സങ്കടമില്ല. പക്ഷെ 2006 തിരുനെല്ലൂർ മരിച്ചത്. അതുവരെ ഞാൻ ഒരിക്കൽ കണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് നിശ്ചയമില്ല. AIYFന്റെ കൊല്ലം സമ്മേളനത്തിൽ തിരുനെല്ലൂരും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കിപ്പോഴും നിശ്ചയമില്ല. അന്നൊരു വൻ നിര കവികളായിരുന്നു മുമ്പിലുണ്ടായിരുന്നു. ഞാനും ബാലേന്ദ്രൻ ചുള്ളിക്കാടും അതിൻ്റെ പിന്നിലെ നിരയിലായിരുന്നു. അന്ന് ONV സാറൊക്കെ ഉള്ള സമയമാണ്. അതിൽ തിരുനെല്ലൂർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നല്ല നിശ്ചയം പോരാ. ഞാൻ അറിഞ്ഞ് കണ്ടിട്ടില്ല. മറ്റൊരു നിർഭാഗ്യം ഉണ്ടായത് റാണി. നിർഭാഗ്യമല്ലാതെ ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. റാണി നേരിട്ട് വായിക്കുകയല്ല, ഇതുവരെയും വായിച്ചിട്ടില്ല റാണി എന്ന കാവ്യം. പക്ഷെ റാണി എൻ്റെ മനസ്സിൽ ഏതോ പ്രായത്തിൽ ഇടക്കൊച്ചി പ്രഭാകരൻ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിച്ചിട്ടാണ് ഞാൻ ആദ്യം റാണി കേൾക്കുന്നത്. പിന്നീടാണ് V സാംബശിവൻ റാണി കേരളക്കര മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നു. ഞാൻ പലയിടത്തും ഉദ്ധരിക്കാറുണ്ട്. ഞാൻ TK വിനോദൻ ഉള്ളപ്പോൾ പലതവണ ഉദ്ധരിച്ചിട്ടുണ്ട് ആ വരികൾ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും റാണി എന്ന് പറഞ്ഞാൽ പൂന്തിരമാലമേൽ നീർക്കിളി ചാർത്തു പോൽ നീന്തുന്നോരായിരം തോണി, തോണിയിലൊന്നിൽ മദാലസയാം ജലദേവത പോലെ പോം റാണി. റാണി എന്നോമന പേരവൾ കേകിയ ഭാവനയാരുടേതാവാം. നാഗകലകൾ ഈ മണ്ണിൽ എഴുതിയ നാടൻ കലയുടേതാവാം. സാംബശിവന്റെ കഥാപ്രസംഗം കേട്ട് ഹൃദയസ്ഥമാക്കിയതാണ് ഈ വരികൾ. ആ കാലം വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ്. മലയാള കവിതകളെ മുഴുവൻ കാഥികരാണ് പ്രചരിപ്പിച്ചത്. രമണൻ മാത്രം കെടാമംഗലം സദാനന്ദൻ 4500 വേദികളിലാണ് പറഞ്ഞത്. മലയപ്പുലയൻ തൻ്റെ മാടത്തിൻ്റെ മുറ്റത്ത് മഴ വന്ന നാൾ നട്ട വാഴ കുലച്ചു മൂത്ത് പഴുത്തപ്പോൾ അതിൻ്റെ അവകാശികളായ കരുമാടിക്കൂട്ടന്മാരും കരുമാടിക്കുട്ടികളും പഴത്തിന് മോഹിച്ച് കാത്തു വിശന്നിരിക്കുമ്പോൾ കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ ഒരു വാഴ വേറെ എന്ന് പറഞ്ഞ് വെട്ടിക്കൊണ്ടു പോകേണ്ടി വന്ന ദുരിതത്തിൻ്റെ കഥ 3000-ഓളം വേദികളിലാണ് വാഴക്കുല മാത്രം കെടാമംഗലം പറഞ്ഞത്. ആയിഷ സാംബശിവന് എണ്ണമറ്റ വേദികളിലാണ് പറഞ്ഞത്. റാണി അതുപോലെ ഇടക്കൊച്ചി പ്രഭാകരനും സാംബശിവനും മാറിയാണ് ലോകത്ത് മുഴുവൻ പ്രചരിപ്പിച്ചത്. അപ്പം ആ കാലം നവോത്ഥാനാനന്തര സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ഒരു കാലമായിരുന്നു. ആ കാലത്തിൻ്റെ നെടുനായകത്വം വഹിച്ചുകൊണ്ടാണ് തിരുനെല്ലൂർ റാണി എഴുതിയത്. അതിനു മുമ്പ് എത്രയോ കവിതകളിൽ ഈ ആശയങ്ങൾ വന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സംസ്കൃതം പഠിച്ചയാളാണ്. അദ്ദേഹം വിദ്യാഭ്യാസ കാലത്ത്, പ്രൈമറി വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഗുരുകുല രീതിയിൽ സംസ്കൃതം അഗാധമായി പഠിച്ച കവിയാണ്. കവിയായിട്ടല്ല, വിദ്യാർത്ഥിയായിട്ട് പഠിച്ചതാണെങ്കിലും കവിതയ്ക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സഹായിച്ചത് സംസ്കൃത ഭാഷയാണെന്നാണ് എൻ്റെ എപ്പോഴത്തെയും വിശ്വാസം. ഇപ്പോഴത് വലിയ പ്രശ്നമാണ്. സംസ്കൃതം എന്നത് ഒരു വിഭാഗത്തിൻ്റെ ഭാഷയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ ആരൊക്കെയോ നമ്മളെ പോലും നമ്മുടെ മസ്തിഷ്കത്തിൽ പോലും പതിപ്പിച്ച ഒരു കാലത്ത് സംസ്കൃതം എന്നത് ഭാരതീയ സംസ്കൃതിയുടെ മുഴുവൻ ഭാഷയാണെന്നും ഇന്ത്യൻ സൗന്ദര്യമണ്ഡലം മുഴുവൻ സംസ്കൃത കൃതികളിലൂടെയാണ് നിലനിന്നത് എന്നും അത് പ്രാദേശിക സംസ്കൃതികളിലേക്ക് പൂർണ്ണമായും ഉറന്നൊഴുകി വന്നില്ല എന്നതാണ് ഇന്ത്യൻ സംസ്കൃതിയുടെ വിപുലീകരണത്തിന് സാധിക്കാതെ അതിൻ്റെ നെഗറ്റീവായ അംശങ്ങളിലേക്ക് മാത്രം അത് പോകാൻ കാരണമെന്നും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ അർത്ഥത്തിലല്ല. തിരുനെല്ലൂർ സംസ്കൃതം വളരെ പോസിറ്റീവായി പഠിച്ചു. പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ BA എന്ന് തോന്നുന്നു. SN കോളേജിൽ നിന്ന്, കൊല്ലത്ത് നിന്ന് ചരിത്രമാണ് പഠിച്ച് പുറത്തു വന്നത്. മലയാള ഭാഷയോടുള്ള ആഭിമുഖ്യം കൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം MA പാസ്സായി. പിന്നീട് കോളേജ് അധ്യാപകനായി, ദീർഘകാലം കോളേജ് അധ്യാപകനായിരുന്നു. പക്ഷേ ഈ സംസ്കൃതത്തിൻ്റെ വലിയ സ്വാധീനം ഉണ്ടായിരിക്കെ തന്നെ സംസ്കൃതത്തിലേക്ക് ആശാന്റെ കവിതകൾ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഏത് കവിയാണെന്നറിയില്ല. കുമാരനാശാന്റെ കവിത സംസ്കൃതത്തിലേക്ക് മൊഴിമാറ്റം നടത്താൻ മാത്രം സംസ്കൃത പാണ്ഡിത്യം ഉള്ള ഒരാളായിരുന്നു. അക്കാലത്ത് ചിലരൊക്കെ കുമാരനാശാനോട് പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആശാന് നല്ല സംസ്കൃത വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അങ്ങക്ക് സംസ്കൃതത്തിൽ കവിതകൾ എഴുതിക്കൂടെ?
അതിന് അദ്ദേഹം കുമാരനാശാൻ അക്കാലത്ത് പറഞ്ഞൊരു മറുപടി വളരെ പ്രമാദമായ ഒരു മറുപടിയാണ്. എൻ്റെ കവിതകൾ വായിക്കാൻ വേണ്ടി മാത്രം ഔത്തരാഹന്മാർ മലയാളം പഠിക്കുന്ന ഒരു കാലം വരും. ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങ് സംസ്കൃതത്തിൽ എഴുതിക്കൂടെ ചോദിച്ചപ്പോൾ എൻ്റെ കവിത വായിക്കാൻ വേണ്ടി മാത്രം ഉത്തരേന്ത്യക്കാർ മലയാളം പഠിക്കുന്ന ഒരു കാലം വരും എന്ന് പറയാൻ മാത്രം ആത്മവിശ്വാസം ഉള്ളായിരുന്ന ആളാണ് ആശാൻ. ഇപ്പൊ തിരുനെല്ലൂർ ആശാന്റെ കവിത സംസ്കൃതത്തിലേക്ക് മൊഴിമാറ്റി. മേഘസന്ദേശത്തിന്റെ പരിഭാഷ ഉജ്ജ്വലമായൊരു പരിഭാഷയാണ്. ഒരുപക്ഷെ ഇത്രയും ലളിതമായി സംസ്കൃതത്തിന്റെ വലിയ സ്വാധീനം സ്വന്തം സംസ്കാരത്തിൽ ഉണ്ടായിട്ടും ആ സംസ്കൃതത്തെ മലയാളവുമായിട്ട് അതിലളിതമായി സമന്വയിപ്പിക്കുന്ന മേഘസന്ദേശത്തിന്റെ പരിഭാഷ പോലെ അതിമനോഹരമായൊരു പരിഭാഷയാണ്. നിർബന്ധമായും മേഘസന്ദേശത്തെ കാളിദാസനെ അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വായിക്കേണ്ടതാണ് മേഘസന്ദേശം. 2 കാവ്യങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് അക്കിത്തത്തിന്റെ നിത്യമേഘമാണ്. പ്രിയാവിരഹ ദുഃഖത്തിൻ അഗ്നിയാൽ ധൂമപാളിയാൽ നിശ്വാസവായുവാൽ അശ്രുബിന്ദുവാൽ കാലപൂരുഷൻ മഴമേഘത്തെ നിർമ്മിച്ചു പറപ്പിക്കുന്നു ലീലയായി ഭാവനാകാശത്തിലൂടെ ശിശു പട്ടത്തെ എന്ന പോൽ സമുന്നത മനുഷ്യാത്മ രാമഗിര്യാശ്രമങ്ങളിൽ ഇടതിങ്ങിയ പച്ചപ്പിൽ കുടകപ്പാല പൂക്കവേ ഒരിളം കുളിർക്കാറ്റൂതും ആഷാഢപ്പുലർവേളയിൽ നേർത്തൊഴുകും കാട്ടുചോലതൻ മൂളൽ കേൾക്കവേ മേവുന്നു മിഴി തോരാതെ ഒരു പൂരുഷ വിഗ്രഹം മാനത്തേക്കുന്തി നിൽക്കുന്ന മുനമ്പിൽ പൂർണ്ണമുഗ്ധനായി നീലാകാശ സമുദ്രത്തിൽ ചാടുവാൻ എന്ന പോലവേ ചാടുവാൻ വലിയും കാലിൽ ഭൂമി തൂങ്ങി കനക്കവേ. ഇത് അക്കിത്തത്തിന്റെ പരിഭാഷയാണ് കേട്ടോ. ഈ ആകാശത്തിലേക്ക് ചാടാൻ നിൽക്കുന്ന ഭൂമിപുത്രന്റെ കാലിൽ ഭൂമി മുഴുവൻ തൂങ്ങി കനത്ത് നിൽക്കുന്നത് കൊണ്ട് ആകാശത്തിലേക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്ന യക്ഷചിത്രം. ഒരുപക്ഷെ ഭൂഗുരുത്വാകർഷണത്തെക്കുറിച്ച് ഇത്രയും കാവ്യാത്മകമായ ഒരു ദർശന ചിത്രം ഞാൻ കണ്ടിട്ടില്ല. ഏതാണ്ടല്ല അതിനപ്പുറത്തേക്ക് കടന്നു നിൽക്കുന്ന ഒരു ദർശനമാണ് മേഘ സന്ദേശത്തിലൂടെ തിരുനെല്ലൂർ. ഈ 2 കാവ്യങ്ങളും പരസ്പരം ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. തിരുനെല്ലൂരിന്റെ മേഘസന്ദേശവും അക്കിത്തത്തിന്റെ നിത്യമേഘവും 2 സ്ഥലത്തിരുന്ന് 2 സംസ്കൃതിയിൽ നാണിയപ്പെട്ട 2 മഹാകവികൾ. ഉത്തരേന്ത്യയിൽ വള്ളുവനാടൻ സംസ്കൃതിയിൽ വേദം പഠിച്ചു ഉപനിഷത്ത് പഠിച്ച് യജ്ഞ സംസ്കൃതിയിൽ നാണിയപ്പെട്ട, അതേസമയം വീട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമ്പൂതിരിയുടെ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുമാണ് അക്കിത്തം. സംബന്ധ വ്യവസ്ഥയും നമ്പൂതിരി ജന്മിത്വവും തൊട്ട് കടവല്ലൂർ അന്യോന്യം വരെ കടപുഴകി വീണ ഒരു കാലഘട്ടത്തെ തകർക്കാൻ അകത്തു നിന്ന് പ്രവർത്തിച്ച ആളാണ്. നമ്പൂതിരി ജന്മിത്വത്തെ ഉള്ളിൽ നിന്ന് തകർത്ത ആളാണ്. എന്നിട്ടും പക്ഷെ ഒരു ഘട്ടത്തിൽ ഈ പൈതൃകത്തിന്റെ ഭാരം തൂങ്ങിക്കനത്ത ഒരു കവി എഴുതിയ മേഘസന്ദേശവും മറ്റൊരു സംസ്കൃതിയിൽ വളരെ നാട്ടിൻ പുറത്തുകാരനായ അഷ്ടമുടിക്കായലിന്റെ തീരത്ത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ഗ്രാമവഴികൾ, കാളവണ്ടികൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഏകാന്ത രാത്രികൾ, കുന്നിൻ്റെ മുകളിലൂടെ 25ഓളം കാളവണ്ടികൾ ഒന്നിച്ചു പോകുമ്പോൾ കാളവണ്ടിയുടെ ചക്രങ്ങൾ പാറപ്പുറത്തുരയുന്ന ശബ്ദവും കുടമണികളുടെ ശബ്ദവും ഒപ്പം ഈ തോണിക്കാർ പാടുന്ന വണ്ടിക്കാർ പാടുന്ന പാട്ടും ചേർന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നായിരിക്കാം കവിത ഉണ്ടായത്. തിരുനെല്ലൂർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം, എൻ്റെ കയ്യിൽ ഈ പുസ്തകം ഇല്ലാത്തൊരു ഞാനൊരു വായനശാലയിൽ പോയി അതിൻ്റെ 300ഓളം പേജുകൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് വായിച്ചത്. ഇപ്പോൾ ഞങ്ങൾ ഏതായാലും ഒരു ശ്രമം നടത്തുന്നുണ്ട്. വിനോദൻ അതിനോട് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. അക്കാഡമി അദ്ദേഹത്തിൻ്റെ കുറേ കവിതകൾ പുനഃപ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു നിരുത്തരവാദപരമായ സമീപനമാണ് തിരുനെല്ലൂരിനോട് നമ്മുടെ സഹൃദയ ലോകം കാണിച്ചത് എന്നൊരു കുറ്റബോധം ഞാനടക്കമുള്ളവർക്ക് അത് ഉണ്ടായി. എന്തുകൊണ്ടോ തിരുനെല്ലൂരിനെ വേണ്ടത്ര ഞാനും ആ കാലത്ത് വായിച്ചില്ല. എൻ്റെ ഓർമ്മയിലുള്ള ഒരു പ്രധാനപ്പെട്ട കവിത ആദ്യത്തെ തീവണ്ടിയാണ്. ആദ്യത്തെ തീവണ്ടി എന്നത് ഗ്രാമത്തിൽ തൊഴിലാളികളൊക്കെ ചേർന്ന് ഉണ്ടാക്കിയ റെയിൽപാളത്തിലൂടെ, തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഗ്രാമീണർ മാത്രമല്ല, ഗ്രാമീണരുടെയും കൂടെ സഹായത്തോടു ഉണ്ടാക്കിയ തീവണ്ടി പാളത്തിലൂടെ ആദ്യത്തെ തീവണ്ടി വരുന്ന ഒരു രംഗം. ആ ചെന്നപാരതയെ പിടിക്കാനെന്ന വണ്ണം അനന്തതയിലേക്ക് പോകുന്ന റെയിൽപാളത്തിലൂടെ പുലരിക്കതിർ വന്ന് ചുംബിക്കുന്ന ഈ പാളത്തിൻ്റെ തിളക്കം, പുതിയ തിളക്കം ഞങ്ങളുടെ ദീപ്തിയുടെയും മനസ്സിൻ്റെ ദീപ്തിയുടെയും ഞങ്ങളുടെ ശക്തിയുടെയും പ്രകാശമാണ് എന്ന് പറയുന്ന മനോഹരമായ വരികളാണ്. ചെന്നപാരതയുടെ കൈകളിൽ തൊടുന്ന പോൽ അന്ന് ആ വരികൾ തുടങ്ങുന്നത്. അതിൻ്റെ വരികൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതൊരു അസാധാരണമായൊരു കവിതയാണ്. ഈ മനുഷ്യാധ്വാനം, മനുഷ്യൻ്റെ ക്രിയാശേഷി, മനുഷ്യൻ്റെ ഇച്ഛാബലം കൊണ്ട്
പാളങ്ങളിലൂടെ ദീർഘദൂരത്ത് നിന്ന് വരുന്നൊരു തീവണ്ടി ഇരച്ചു പോയിട്ടും ഒരു കല്ല് പോലും അനങ്ങാത്ത വിധത്തിൽ ആ പാളങ്ങളെ ഉറപ്പിച്ചു നിർത്തിയ തൊഴിലാളിയുടെ ശക്തിയെ വിളംബരം ചെയ്യുന്നൊരു കവിതയാണ്. തിരുനെല്ലൂർ അങ്ങനെയാണ് തൊഴിലാളി വർഗത്തിൻ്റെ ശക്തി വിളംബരം ചെയ്തത്. മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത, മലകളെ നീക്കം ചെയ്ത. വൈലോപ്പിള്ളിയുടെ മറ്റൊരു കവിതയിൽ മല തുറക്കൽ എന്ന കവിതയിൽ പറയുന്നുണ്ടല്ലോ, ഒരു ഭാഗത്ത് നിന്ന് അപ്പൻ മല തുറന്നു വരുന്നു, മറുവശത്ത് നിന്ന് മകൻ മല തുറന്നു വരുന്നു. അനേക ദിനരാത്രങ്ങൾ, അനേക വർഷങ്ങൾ പണിപ്പെട്ട് ഈ രണ്ട് തുരങ്കങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിലെത്തുമ്പോൾ അപ്പൻ എന്നെ ഒച്ച അങ്ങ് കേൾക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പനെ എനിക്ക് അസ്സലായി കേൾക്കാം. ആ അപ്പനെ എന്നത് ഓമനത്വത്തിലോടുകൂടി പറയുന്നതാണ്. മറ്റത് അച്ഛൻ. ഈ രണ്ട് അപ്പന്മാർ സംഗമിക്കുന്ന ഒരു ബിന്ദുവാണ് മനുഷ്യാധ്വാനത്തിൻ്റെ, മനുഷ്യേച്ഛയുടെ, അജയ്യമായ തൊഴിൽ ശക്തിയുടെ ചൈതന്യമായി കവികൾ വിളംബരം ചെയ്തത്. സത്യത്തിൽ കവികളാണ് ഈ തൊഴിലാളി വർഗ സർഗശക്തിയെ ഏറ്റവും തീക്ഷ്ണമായി വിളംബരം ചെയ്തതും കവികളാണ് അടിസ്ഥാന ജനവർഗത്തെ ഈ തൊഴിലാളി വർഗ ശക്തിയിലേക്ക് ആകർഷിച്ചതും. ഒരുപക്ഷെ കവികളെയാണ് നമ്മൾ ആദ്യം ഉപേക്ഷിച്ചത്. നാടകവും കഥാപ്രസംഗവും ഒക്കെ പിന്നാലെ വന്നു. ആദ്യം കവികൾ തന്നെയാണ്. ആശാൻ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. കാവ്യകലയുടെ കമലപ്പൊയ്കകൾ കണികണ്ടുണരുന്ന കവികൾ അനുഭൂതികളുടെ ഗോപസ്ത്രീകളെ ഒളികണ്ണയ്യുകയായിരുന്ന കാലത്ത്, പുരികക്കൊടിയാൽ അവരുടെ മാറിൽ പൂവം പെയ്യുകയായിരുന്ന കാലത്ത്, പല്ലനയാറിൻ തീരത്തിൽ പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. ഈ ആഹ്വാനത്തിൻ്റെ അലയൊലികളാണ് തിരുനെല്ലൂരും കേട്ടത്. തിരുനെല്ലൂർ എഴുതുന്നുണ്ട്, അന്ന് കാളവണ്ടിക്കാർ പാടിയിരുന്നത് ആശാന്റെ കരുണയിലെ വരികളാണെന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാകുന്നത്. ഈ കാളവണ്ടിക്കാർ പാടിക്കൊണ്ടുപോകുന്നത് കരുണയിലെ വരികളാണ്. സാധാരണ തൊഴിലാളികൾ കരുണ ഏറ്റു ചൊല്ലിയ ഒരു കാലമുണ്ടായിരുന്നു. അതിൻ്റെ അലയൊലികളായിരിക്കാം തന്നെ കവിയാക്കിയത് എന്നും തിരുനെല്ലൂർ പറയുന്നുണ്ട്. തിരുനെല്ലൂരിൻ്റെ ഓർമ്മകളിൽ ഈ ഗ്രാമവും, അദ്ദേഹം രണ്ടാമത് പെരിനാടാണ് ജനിച്ചതെന്ന് തോന്നുന്നു, മാറി താമസിച്ച ഒരു ഗ്രാമവും അതിനെ ചൂഴ്ന്നു നിന്ന കുന്നുകളും അവിടുത്തെ പരശത സസ്യവിധാനിതമായ പല പല താഴ്വരത്തോപ്പുകളും പവിഴക്കതിർക്കുല ചാർത്തണിഞ്ഞ പരിചഴും നെൽപ്പാട വീഴ്ചകളും ഇടയൻ്റെ പാട്ടിൽ അലിഞ്ഞു പോകുന്ന തടിനിയും താമരപ്പൊയ്കകളും ഒക്കെ ഇത് ചങ്ങമ്പുഴയുടെ വരികളാണെങ്കിലും ചങ്ങമ്പുഴ കാൽപ്പനികതയിൽ നിന്ന് ഭിന്നമായ മറ്റൊരു ക്ലാസിക്കൽ കാൽപ്പനിക ഭംഗിയിൽ അവതരിപ്പിച്ചു എന്നതാണ് തിരുനെല്ലൂരിനെ ചരിത്ര പ്രസക്തനാക്കുന്നത്. ചങ്ങമ്പുഴയിൽ നിന്ന് മാറി നടന്നു. ഞാൻ വിമർശിക്കുകയാണെന്ന് തോന്നരുത്. ഒരുപക്ഷെ ചങ്ങമ്പുഴ കാൽപ്പനികതയുടെ മാറ്റൊലികൾ ചെറിയ തോതിലെങ്കിലും പി ഭാസ്കരനിലും വയലാറിലും ONV-യിലും ഉണ്ടായിരുന്നു. മാറ്റൊലി കവികൾ എന്ന് പരിഹസിച്ചാണ് വിളിച്ചത്. പക്ഷെ ചെറിയ തോതിലെങ്കിലും ആ മാറ്റൊലി ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ നമുക്കങ്ങനെ വിലയിരുത്താനുള്ള സജ്ജീകരണം ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് വിലയിരുത്താൻ സാധിക്കും. എന്നാൽ ചങ്ങമ്പുഴയുടെ മാറ്റൊലി ഒട്ടുമില്ലാത്ത അരുണ ദശകത്തിൻ്റെ കവിയാണ് തിരുനെല്ലൂർ കരുണാകരൻ. ചങ്ങമ്പുഴയുടെ മാറ്റൊലി ഒട്ടും തന്നെ ഇല്ലാത്ത അരുണ ദശകത്തിൻ്റെ കവിയാണ് തിരുനെല്ലൂർ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ ശില്പത്തെ അതിസൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കൽ കാൽപ്പനികത ഉണ്ടാകുന്നത് കാളിദാസനിൽ നിന്നാണ്. ഒരർത്ഥത്തിൽ കാളിദാസീയമായ ഒരു കാൽപ്പനിക സൗന്ദര്യമാണ് നമ്മൾ മേഘസന്ദേശത്തിലൊക്കെ കാണുന്നത്. കാളിദാസീയമാണ് അതിൻ്റെ സൗന്ദര്യമണ്ഡലം. അതോടൊപ്പം വർഗബഹുജന പ്രസ്ഥാനങ്ങളുമായി നേരിട്ട് പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് നേടിയ ഒരു പേശീബലം അതിൻ്റെ കർത്തൃത്വ ശേഷിയാണ്. തേവൻ്റെ കാമുകി എന്നൊരു കവിതയുണ്ട്. ഒരുപക്ഷെ അത് റാണിക്ക് മുമ്പ് എഴുതിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തേവൻ്റെ കാമുകിയിൽ അതിശക്തമായ ഒരു സ്ത്രീ ശക്തിയെക്കുറിച്ചുള്ള വളരെ തീക്ഷ്ണമായ ഒരു വിളംബരമുണ്ട്. തേവൻ ജന്മിക്ക് വിധേയനായി നിൽക്കുന്നു. ജന്മി എന്തും ചെയ്യും, സൂക്ഷിക്കണമെന്ന് പറയുന്ന തേവനോട് തേവൻ്റെ കാമുകി നീലി പറയുന്നുണ്ട്, അങ്ങനെ പേടിച്ച് നിൽക്കേണ്ട കാര്യം എന്താണുള്ളത്, ചങ്കൂറ്റത്തോടു കൂടി നിന്നുകൂടെ. അങ്ങനെ ആവുമ്പോൾ തമ്പുരാൻ്റെ അടി നിനക്ക് കിട്ടുന്നത് കാണാം. അങ്ങനെ അവർ തമ്മിലൊരു സംഭാഷണമുണ്ട്. സംഭാഷണങ്ങൾ തന്നെയാണ് ഒരു ഭാഗത്ത് കവിതയായിട്ട് വരുന്നത്, തേവനും നീലിയും തമ്മിലുള്ള സംഭാഷണം. ഒടുവിൽ തൊഴിലാളികളെ തമ്പുരാൻ്റെ മുറ്റത്ത്, ജന്മിയുടെ മുറ്റത്ത്
പിടിച്ചു കെട്ടിയിരിക്കുന്നു എന്നറിഞ്ഞ് നീലിയുടെ നേതൃത്വത്തിൽ 4-5 യുവതികൾ അരിവാൾത്തല പോലെ ജ്വലിച്ചുകൊണ്ട് അരിവാളുമായി ഓടിച്ചെന്ന് തമ്പുരാന്റെ മുറ്റത്ത് ചെന്ന് തമ്പുരാനും കാര്യക്കാരും കാര്യസ്ഥന്മാരും ഭടജനങ്ങളും നോക്കി നിൽക്കെ ഈ 5 പെണ്ണുങ്ങൾ ആ കെട്ടിയിട്ടവരുടെ കെട്ടടിച്ച് സ്വതന്ത്രരാക്കുന്ന നിമിഷത്തിൽ ആ ഉണ്ണിയാർച്ചമാരുടെ ആധുനികമായ വീറിന്റെ വായ്ത്തലയ്ക്ക് മുമ്പിൽ ജന്മി മിണ്ടാൻ വയ്യാതെ സ്തംഭിച്ചു നിന്നു. ഇത് എത്ര വർഷങ്ങൾ മുമ്പാണ് എഴുതുന്നത്? ഈ സ്ത്രീകൾ ദേവന്റെ കാമുകിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു കലാപം ഇത് വാസ്തവത്തിൽ റാണിയിലുണ്ട്. റാണി എന്ന ഓമനപ്പേരവൾക്കേകിയ ഭാവന നാഗകലകളി മണ്ണിലെഴുതിയ നാടൻ കലയുടേത് മാത്രമല്ല, പോരാട്ടത്തിൻ്റെത് കൂടിയായിരുന്നു. അഷ്ടമുടിക്കായലിൽ ജീവിച്ച മനുഷ്യരാണ് ഈ ചകിരി പിരിച്ച് കയറാക്കി അത് വിതരണം ചെയ്യുന്ന നായകനും ആ തോണി അവിടെ തന്നെ ആ കായലിൽ തന്നെ തോണി തുഴഞ്ഞ് നീങ്ങുന്ന ഒരു പെണ്ണും തമ്മിലുള്ള അതിമനോഹരമായ ഒരു പ്രണയാഖ്യാനമാണ് റാണി. റാണി ഞാൻ ഇപ്പോഴും പൂർണ്ണമായി വായിച്ചിട്ടില്ല. റാണി ഇങ്ങനെ കേട്ടതാണ്. പക്ഷെ റാണി കേട്ടതിൽ നിന്ന് അക്കാലത്ത് എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായ ഒരു അനുഭൂതി ഈ രാജാക്കന്മാരുടെയും രാജകുമാരിമാരുടെയും ചക്രവർത്തിമാരുടെയും പ്രഭുകുമാരന്മാരുടെയും പ്രണയം മാത്രം കേട്ട് ശീലിച്ച ഒരു ജനതയ്ക്ക് ഈ തൊഴിലാളി വർഗത്തിന്റെ പ്രണയത്തിന് ഒരു പുതിയ അർത്ഥം കൽപ്പിച്ച് നൽകിയ കാവ്യമാണ്. ഒരുപക്ഷെ അത് ആദ്യത്തിൽ വന്ന കാവ്യം തന്നെയാണ്. പിന്നീട് തേവന്റെ കാമുകി, റാണി, അത്തരത്തിൽ കുറേ കവിതകളുണ്ട്. ഈ അടിത്തട്ടിലെ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ കവിതകൾ തിരുനെല്ലൂരിൻ്റെതായിട്ടുണ്ട്. അതാണ് തിരുനെല്ലൂരിനെ വർഗപക്ഷത്ത് നിലനിർത്തുന്ന ഒരു ശക്തിയായി പ്രവർത്തിക്കുന്ന കാവ്യങ്ങൾ. ഒരുപാട് കവിതകളുണ്ട്. നേരിട്ട് തന്നെ സമരാഹ്വാനം കായംകുളം കായൽ എന്ന കവിത 968 കായംകുളം കായലിൽ ജനകീയമായ കൃഷി നടത്താനുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് എഴുതിയൊരു കവിത. കായംകുളം കായൽ വായിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു തരം അതിന്റെ ക്രിയാശേഷിയും പേശീബലവും നമ്മളെ ഉത്തേജിതരാക്കും. അങ്ങനെ കായംകുളം കായൽ പോലുള്ള നേരിട്ട് സമരത്തിൽ തീക്ഷ്ണമായി ഇടപെട്ട തൊഴിലാളി വർഗ കർഷക ബഹുജന മുന്നേറ്റങ്ങളുടെ സർഗാത്മകതയിൽ വിശ്വസിച്ച കവിതകളുണ്ട് ഒരുപാട്. അതോടൊപ്പം തന്നെ പുരാവൃത്തങ്ങളെ അതിഗംഭീരമായി ആവിഷ്കരിച്ച കവിതകളും തിരുനെല്ലൂരിൻ്റെതായിട്ടുണ്ട്. അതിലൊന്ന് ഗാന്ധാരി എന്ന കവിതയാണ്. ഞാൻ ഒരുപക്ഷെ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, ഇത്ര കുടിലനായിട്ടൊരുത്തനെ ഈ ത്രിലോകത്തിൽ ഞാൻ കണ്ടില്ല മാധവ, കൊല്ലിക്കയത്രേ നിനക്ക് രസമെടോ എന്ന് അതിതീക്ഷ്ണമായിട്ടാണ് എഴുത്തച്ഛൻ ഗാന്ധാരിയെ കൊണ്ട് പറയിക്കുന്നത്. അതിനേക്കാൾ തീക്ഷ്ണമായ മറ്റൊരു രംഗം ഞാൻ വായിച്ചിട്ടുള്ളത് ഗാന്ധാരി എന്ന കവിതയിലാണ്. തിരുനെല്ലൂർ തന്നെ ആയിരിക്കും കവി തന്നെ കുരുക്ഷേത്ര ഭൂമിയിൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നിന്നാണ് ആ കവിത പിറക്കുന്നത്. ഇത് ഏതാണ് ഈ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ സഞ്ചാരി പറയുന്നു, ഇത് കുരുക്ഷേത്ര യുദ്ധം നടന്ന സ്ഥലമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കവി കാണുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ വീണടിഞ്ഞു പോയ അനേകം വീരയോദ്ധാക്കളുടെ ശരീരവും ചരിത്രവുമാണ്. എത്രയെത്രയോ കുടുംബങ്ങളിൽ നിറകതിർ ചൊരിയേണ്ട നിറഞ്ഞ യൗവനങ്ങൾ, ഉറച്ച മാംസപേശികൾ ആ ചൊരിമണലിൽ ചോരയിൽ കുതിർന്ന് കിടക്കുന്നത് കണ്ടുകൊണ്ട് കവി നടക്കുകയാണ്. അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ നടക്കുകയാണ് എന്ന് കവി പറയുന്നു. ആ യാത്രയിൽ വീണ് കിടക്കുന്ന അഭിമന്യുവിനെ കാണുന്നു. അനേകം യോദ്ധാക്കളെ കണ്ടുകൊണ്ടാണ്. അത് അതിമനോഹരമായ ഒരു നാടകീയാഖ്യാനം കൂടിയാണ് ഗാന്ധാരി. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഒരു ഭടൻ കൊന്ന അവസാനം, ആ വരികൾ എനിക്ക് ഇവിടെ ഓർമ്മ വരില്ല, കൊന്ന അവസാനം സ്നേഹത്തിന് മുൻപിൽ മുട്ടുകുത്തി വീണ ഒരു ഭടന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ ഒരു വാൾത്തല പോലെ ആകാശത്ത് ചന്ദ്രഖണ്ഡം കിടക്കുന്നു. ഒരു മനോഹരമായ ഉപമ എന്നൊന്നും പറഞ്ഞാൽ പോരത്. ഈ കൊന്ന അവസാനം ഒരിറ്റ് സ്നേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി വീണുപോയ ഭടന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ വാൾത്തല പോലെ ചന്ദ്രകല ആകാശത്ത് നിൽക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില ഈ ഇടിവെട്ടുന്ന ഇമേജറി എന്നൊക്കെ പറയില്ലേ, അതിന് പകരം വെക്കാനുള്ളൊരു ഇമേജറി ഒന്നും ഞാൻ എൻ്റെ കാവ്യരംഗത്ത് കണ്ടിട്ടില്ല, എൻ്റെ കാവ്യവായന രംഗത്ത് കണ്ടിട്ടില്ല. അതിലാണ് അവസാനം ഗാന്ധാരിയിലേക്ക് എത്തുന്നത്. ഗാന്ധാരിയുടെ ആ ഒരു സന്ദർഭത്തിൽ അവസാനം ഗാന്ധാരിയുടെ നോട്ടത്തിൽ ഉരുകിപ്പോയി കൃഷ്ണൻ എന്നാണ്. ഗാന്ധാരിയുടെ നോട്ടത്തിൽ ഉരുകിപ്പോയി കൃഷ്ണൻ. എഴുത്തച്ഛൻ്റെ ഗാന്ധാരി ഇത്ര കുടിലനായിട്ടൊരുത്തനെ ഈ ത്രിലോകത്തിൽ ഞാൻ കണ്ടില്ല മാധവ എന്നും കൊല്ലിക്കയത്രേ നിനക്ക് രസമെടോ എന്നും പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് നിന്ന് സ്വന്തം നോട്ടം കൊണ്ട് കൃഷ്ണനെ ഉരുക്കിക്കളയുന്ന ഒരു ഗാന്ധാരിയാണ്
തിരുനെല്ലൂർ കാണുന്നത്. അതുപോലെ മറ്റൊരു കവിതയുണ്ട്. ആ കവിത കുന്തിയും കർണനും തമ്മിൽ ഗംഗാതീരത്ത് വെച്ച് കാണുന്ന ഒരു രംഗമാണ്. ഈ പുരാവൃത്തത്തിൽ നമ്മൾ എത്രയോ തവണ അത് കണ്ടിട്ടുണ്ട്. ഗംഗാതീരത്ത് ധ്യാനസ്ഥനായിരിക്കുന്ന കർണനെ കാണാൻ കുന്തി വരുന്നതും നീ എൻ്റെ സീമന്തപുത്രനാണെന്ന കുറ്റസമ്മതം നടത്തുന്നതും അതിൽ ആ കുന്തിയുടെ ഒരു ചിത്രമൊക്കെ അത് വായിച്ച കാലത്ത് ഇപ്പോഴെൻ്റെ മനസ്സിൽ ആ ചിത്രം മാത്രമേ ഉള്ളൂ, കവിതയിലെ വരികളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വൈകിയാണ് തിരുനെല്ലൂരിനെ പരിചയപ്പെട്ടത്. എനിക്ക് വലിയ കുറ്റബോധം തോന്നിയതും ഞാൻ ഇപ്പോൾ വായിച്ചാൽ മതിയായിരുന്നില്ലല്ലോ തിരുനെല്ലൂരിനെ എന്നാണ്. ഞാൻ കുഞ്ഞിരാമൻ നായരെയും വൈലോപ്പിള്ളിയെയും ഇടശ്ശേരിയെയും അവരെയൊക്കെ എനിക്ക് നിന്ന നിലയിൽ ഉദ്ധരിക്കാൻ പറ്റും. അക്കിത്തത്തിൻ്റെ കവിതയൊക്കെ വേണമെങ്കിൽ പൂർണ്ണമായിട്ട് ഉദ്ധരിക്കാൻ പറ്റും. എനിക്ക് അത്രത്തോളം തിരുനെല്ലൂരിൻ്റെ കവിതകൾ ഉദ്ധരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഞാൻ തിരുനെല്ലൂരിനോട് ചെയ്ത ഒരു മഹാപരാധമായിട്ട് ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. കാരണം മലയാള കവിതയിൽ ഇത്ര ശയ്യാഗുണം തികഞ്ഞ ശില്പത്തിൽ എഴുതിയ കവികൾ വളരെ അപൂർവമാണ്. അത്ര മനോഹരമായ കാവ്യശില്പമാണ് തിരുനെല്ലൂർ. സാമാന്യേന പുതിയ കവിതകൾ എനിക്ക് വായിക്കാനും സാധിച്ചിട്ടില്ല, പക്ഷേ തിരുനെല്ലൂർ വായിക്കപ്പെടണം. തീർച്ചയായും തിരുനെല്ലൂർ കാവ്യോത്സവം പോലെ കൊല്ലത്ത് നടക്കുന്ന ആ വലിയ ഉത്സവങ്ങൾക്ക് പുറത്ത് പുതിയ പഠനങ്ങൾ, ടി ശ്രീകുമാറാണെന്ന് തോന്നുന്നു പുതിയ സമാഹാരത്തിന് അവതാരിക എഴുതുന്നത്. ശ്രീകുമാർ കവിതയും ചരിത്രവും മനസ്സിലാക്കുന്ന ഒരാളാണ്. തീർച്ചയായും നമ്മൾ യുവകലാസാഹിതി ജന്മശതാബ്ദി ഒരു ചടങ്ങായിട്ട് അവസാനിപ്പിച്ചാൽ പോരാ, നമുക്ക് തിരുനെല്ലൂരിനെ പുനർവായിക്കണം. പുതുശ്ശേരിയെയും ഇതുപോലെ വേണ്ടത്ര പുനർവായിച്ചിട്ടില്ല. എനിക്കൊരു കുറ്റബോധം ഇതുപോലെ ഉള്ളത് 2006 തിരുനെല്ലൂർ മരിക്കുന്നത്. 2010 ഞങ്ങൾ മാമ്പഴം തുടങ്ങി. 2017 വരെ മാമ്പഴം എന്നൊരു പരിപാടി മലയാളത്തിൽ വളരെ കവിതയ്ക്ക് വേണ്ടി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനതിൻ്റെ പ്രധാന വിധികർത്താവായിട്ട് 7 കൊല്ലം ഉണ്ടായിരുന്നു. അക്കാലത്താണ് ഞങ്ങൾ തിരുനെല്ലൂരിൻ്റെ മേഘസന്ദേശത്തിലെ കുറേ വരികൾ അവതരിപ്പിച്ചു. ഇത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് പറ്റിയില്ലല്ലോ എന്നൊരു കുറ്റബോധം അന്ന് തോന്നി. അതിന് കാരണം പുതുശ്ശേരിയുടെ കവിതകളും അന്ന് ഞങ്ങൾ അവതരിപ്പിച്ചു. പുതുശ്ശേരിയുടെ കവിതകൾ അവതരിപ്പിച്ച് എന്നോട് KS രവികുമാർ പറഞ്ഞു, അച്ഛൻ നിങ്ങളെക്കുറിച്ച് വലിയ അഭിപ്രായം പറഞ്ഞു. കാരണം എൻ്റെ നഷ്ടകവിതകളെയൊക്കെ പുതിയ കാലത്തിന് പാകത്തിൽ ആലങ്കോട് അവതരിപ്പിച്ചു, അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുമ്പോൾ അവതരിപ്പിച്ചു. ആ ഒരു സന്തോഷത്തിലാണ് ഞാനൊരിക്കൽ ഷീല രാഹുലിനോട് ഇരിപ്പുണ്ട്, ഷീല ചേച്ചിയും ഞാനും കൂടെ പുതുശ്ശേരിയെ കാണാൻ പോയി. അന്ന് തീരെ വയ്യാതിരിക്കുന്ന സമയമാണ്, വയ്യാതിരിക്കുകയല്ല, കിടക്കുക. അപ്പോൾ പുതുശ്ശേരി ആരെയും കാണുന്നില്ല, ആരെയും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞൊരു ഭീഷണിയുമായിട്ടാണ് പോയത്. അപ്പോൾ ഷീല ചേച്ചി പറഞ്ഞു, ഇങ്ങനെ ആലങ്കോട് ലീലാകൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് തിരിഞ്ഞ് എന്നെ നോക്കി. എന്നോടൊരു വാചകം പറഞ്ഞത് ഇപ്പം പറയാമെന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞത്, നിങ്ങളൊരു ഒറിജിനാലിറ്റി ഉള്ള കവിയല്ലേ, വെറുതെ രാഷ്ട്രീയക്കാരുടെ കൂടെ നടന്ന് ജീവിതം കളയണോ എന്നാണ് ചോദിച്ചത്. നിങ്ങളൊരു ഒറിജിനാലിറ്റി ഉള്ള കവിയല്ലേ, വെറുതെ രാഷ്ട്രീയക്കാരുടെ കൂടെ നടന്ന് ജീവിതം കളയണോ? അതിന് ഞാൻ അപ്പോഴൊന്നും മറുപടി പറഞ്ഞില്ല. അങ്ങനെ ജീവിതം കളഞ്ഞ ഒരാളാണ് എൻ്റെ മുമ്പിൽ കിടക്കുന്നത്. പക്ഷെ ആ കവിത കളഞ്ഞിട്ടില്ല. കവിത ഉണ്ടായിരുന്നു, കാലാന്തരത്തിൽ ഈ കവിത വായിക്കപ്പെടും. തിരുനെല്ലൂരും അങ്ങനെ വായിക്കപ്പെടും. തിരുനെല്ലൂരിൻ്റെ കാര്യത്തിൽ അത് പറ്റിയില്ല. ഒരുപക്ഷെ തിരുനെല്ലൂരിൻ്റെ മേഘസന്ദേശമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് കേൾക്കാൻ തിരുനെല്ലൂർ ഇല്ലാതെ പോയല്ലോ എന്നൊരു സങ്കടം എനിക്ക് തോന്നി. ഏറ്റുമാനൂർ സോമദാസൻ്റെ കവിതകളെക്കുറിച്ച് ഇതുപോലെ 5-8 കവിതകൾ ഞങ്ങൾ മാമ്പഴത്തിൽ അവതരിപ്പിച്ചു. അക്കാലത്ത് ഒരിക്കൽ ഞാനും പ്രഭാവർമ്മയും കൂടി കൈരളി TV-യിൽ മാമ്പഴത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ONVക്ക് ജ്ഞാനപീഠം കിട്ടിയ സമയമാണ്. അന്ന് VJT ഹാളിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു, ഒരു വലിയ കവിസമ്മേളനം നടക്കുന്നു. ഞാനും വർമ്മയും കൂടി കവിസമ്മേളനം കേൾക്കാൻ വേണ്ടി സദസ്സിൽ ചെന്നിരുന്നപ്പോൾ ഒരു മനുഷ്യൻ വേദിയിൽ കവിത ചൊല്ലാനിരിക്കുന്നൊരു വയോധികനായ ഒരാൾ പതുക്കെ എഴുന്നേറ്റ് ഇറങ്ങി വന്ന് ഞങ്ങളെ രണ്ടുപേരെയും തൊഴുതു. ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോൾ പറഞ്ഞു, എന്നെ ജീവിപ്പിച്ച 2 ആളുകളല്ലേ, ഒന്ന് കാണാൻ വന്നതാണ്. ഞാൻ ആരാണെന്ന മട്ടിൽ വർമ്മയോട് ചോദിച്ചപ്പോൾ, അറിയില്ലേ ലീലാകൃഷ്ണൻ, അറിയില്ലേ, ഇതാണ് ഏറ്റുമാനൂർ സോമദാസൻ. അപ്പോൾ ഏറ്റുമാനൂർ സോമദാസൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. വാസ്തവത്തിൽ സത്യത്തിൽ ജീവിച്ചിരിക്കെ തന്നെ മൃതനായി തീർന്ന ഒരു കവിയായിട്ട് ഏറ്റുമാനൂർ സോമദാസൻ മാറിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുത്തും നിർത്തിയിരുന്നു, മാമ്പഴത്തിൽ നിങ്ങൾ കുറേ കുട്ടികളെ കൊണ്ട് കവിത ചൊല്ലിക്കുകയും എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്തപ്പോഴാണ് ഞാൻ എന്ന കവി മരിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. ഇത് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഒരു മിടുക്കായിട്ടല്ല. നമ്മൾ പല നല്ല കവികളോടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ്. ഞാനിപ്പോഴും എപ്പോഴും വിചാരിക്കാറുണ്ട്, ചങ്ങമ്പുഴയെക്കുറിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇന്ന് നമ്മൾ പറയുന്ന നല്ല വാക്കുകൾ എല്ലാവരും പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ജീവിച്ചിരിക്കുമായിരുന്നു. കാരണം ചങ്ങമ്പുഴ അത്ര ഹതാശനായിരുന്നു. സഞ്ജയൻ എന്ന മനുഷ്യൻ തൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത് അധികവും ചങ്ങമ്പുഴയെ അതിരൂക്ഷമായിട്ട് വിമർശിക്കാനാണ്. അന്ന് സഞ്ജയൻ എഴുതിയെന്നൊക്കെ പലർക്കും ഓർമ്മയുണ്ടാവും. ചങ്ങമ്പുഴ കവിത എടുത്തു വെച്ച് പല കവികളും അവരെഴുതിയ കവിതയ്ക്ക് മീതെ വെച്ച് 2 സൈഡ് മുറിച്ചു കളഞ്ഞിട്ടാണ് കവിത എഴുതുന്നത്. അങ്ങനെ കവികളെ മുഴുവൻ കമ്മട്ടത്തിലാക്കിയ, വഴിതെറ്റിച്ച
ആളാണ് എന്ന് മാത്രമല്ല അന്നത്തെ പുരോഗമനവാദികൾ തൃപ്പൂണിത്തറ മഹാത്മാ ഗ്രന്ഥശാലയിൽ മീറ്റിംഗ് കൂടി പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന ചങ്ങമ്പുഴ കവിത എഴുത്ത് നിർത്തണം എന്ന് പ്രമേയം പാസാക്കി. നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന TK രാമകൃഷ്ണനൊക്കെ ആയിരുന്നു അന്ന് പ്രമേയം പാസാക്കിയത്. അതിലും അദ്ദേഹത്തിന് പരിഭവമൊന്നുമില്ല. അദ്ദേഹം ഒരു നല്ല കവിത അതിന് മറുപടിയായിട്ട് എഴുതിയിട്ടുണ്ട്. നോമൽ കവിതയെ നീ ഇടറാതണു പോലും നിന്നെ ഓമനിക്കുവാൻ കാത്തു നിൽക്കുന്നു കാലം. നിന്നോമൽ കവിതയെ നീ ഇടറാതണു പോലും നിന്നെ ഓമനിക്കുവാൻ കാത്തു നിൽക്കുന്നു കാലം. അതുപോലെ തിരുനെല്ലൂരിന് അതിലൊട്ടും നിരാശ ഉണ്ടായിട്ടുണ്ടാവാൻ വഴിയില്ല. കാരണം തിരുനെല്ലൂർ നല്ല ആത്മവിശ്വാസമുള്ള കവിയായിരുന്നു. തൻ്റെ കവിത കാലാന്തരത്തിൽ നിലനിൽക്കുമെന്നും കാലാന്തരത്തിൽ പുതിയ കാവ്യാസ്വാദകർ തിരുനെല്ലൂരിലേക്ക് വഴിവിട്ടുവെന്നും ഞാൻ ഈയിടെ ഷീജ വക്കം എന്ന പുതുതലമുറയിലെ വളരെ ശ്രദ്ധേയയായ എഴുത്തുകാരിയെ കണ്ടു. അവർ അത്ഭുതകരമായ രീതിയിലാണ് എന്നോട് തിരുനെല്ലൂരിൻ്റെ ചില കവിതകളെക്കുറിച്ച് സംസാരിച്ചത്. അവർ തിരുനെല്ലൂർ കാവ്യോത്സവത്തിൽ വന്ന് തിരുനെല്ലൂർ കവിതകളെക്കുറിച്ച് സംസാരിച്ചൊരു വീഡിയോയും പിന്നീട് എനിക്ക് കാണാൻ തോന്നുന്നു. അപ്പം അങ്ങനെ പുതു കവികൾ തിരുനെല്ലൂരിനെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതേ ഉള്ളൂ. നമ്മൾ പല കവികളോടും ചങ്ങമ്പുഴയോട് ജീവിച്ചിരുന്ന കാലത്ത് നീതി കാണിച്ചില്ല, വയലാറിനോട് ചെയ്തില്ല. വയലാർ കോടമ്പക്കത്ത് കൊണ്ടുപോയി കവിത വിറ്റു എന്ന് അതിരൂക്ഷമായിട്ട് വിമർശിച്ചു. വാളല്ലൻ സമരായുധം ചണചണധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ കരവാള് വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ താളം രാഗലയ ശ്രുതിസ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിനുമിന്ന് ഓളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ. ഇത് സർഗസംഗീതത്തിലെ വരികളാണ്. ഇത്ര മനോഹരമായ കാവ്യാത്മകത ശാർദൂല വിക്രീഡിതത്തിന് നൽകാമെന്ന് സർഗസംഗീതം എന്ന ഒറ്റ കാവ്യമാണ്. ഈ സാധാരണ ശാർദൂല വിക്രീഡിതം എന്നൊക്കെ പറഞ്ഞാൽ ശ്ലോകം ചൊല്ലരുകാരുടെ ഒരു വിക്രീഡിതമാണ്. എങ്ങനെങ്കിലും താളം കാരിക ഒപ്പിച്ച് കവിത എഴുതാണ്. ഇത് മനോഹരമായ ശില്പമാണ്. ഞാൻ ഈ ജാലകവാതിലിൽ ചെറുമുളം തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണീ നീലത്തുകിൽ ശാരദേന്ദുകലയെ പാവാട ചാർത്തിക്കുവാൻ ഹാ നിത്യം ചിറകിട്ടടിച്ച് ചിതറി കീറി പറപ്പിച്ചുവോ ഞാൻ ഈ സർഗ തപസ്സമാധിയിൽ ഇരിക്കുമ്പോൾ കൊടുങ്കാറ്റുകൾ. അതിനപ്പുറത്ത് ഒരുപാട് വരികളുണ്ട്. നാദം ശൂന്യതയിങ്കൽ ആദ്യം അമൃതം വർഷിച്ച നാളിൽ ഗതോന്മാദം വിശ്വപദാർത്ഥശാല ഒരിടത്തൊന്നായി തുടിച്ചിടവേ ആ ദാഹിച്ചു വിടർന്ന ജീവകലികാ നാളങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപാനപാത്രങ്ങളിൽ. ഇത് ഞാൻ പറഞ്ഞപ്പോഴാണ് ഇതിലേക്ക് വരേണ്ടതുണ്ട്. വയലാറിനെ സ്പർശിച്ചത് ഈ പഞ്ചമഹാകവികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടല്ലാതെ ഓർക്കാനും സാധിക്കുകയില്ല. അരുണദശകങ്ങളുടെ ആയതാണ് അവർക്കൊരു ശാപം. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി കവിത എഴുതിയവരെന്നായിരുന്നു അവർക്ക് കിട്ടിയ ശകാരപ്പേര്. കമ്മ്യൂണിസത്തെ വേരുപിടിപ്പിക്കാൻ വേണ്ടി എഴുതിയവരാണെന്നും ഇപ്പോഴും പറയില്ല. കമ്മികൾ എന്നാണ് ഈ സോഷ്യൽ മീഡിയക്കാർ പറയുക. കമ്മികൾ എന്ന് പറഞ്ഞാൽ കമ്മി ബുദ്ധിയുള്ളവരാണെന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില നമ്പൂരികൾ പറയും കമ്മി ഊണിസ്റ്റുകളാണ്, ഊണ് കമ്മിയായവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നായിരുന്നു. അങ്ങനെ പരിഹാസം നേരത്തെ കേട്ടിട്ടുള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകളെ സഹായിച്ച കവികൾ എന്നൊരു ചിത്തപ്പേര് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇവരുടെ അക്കാലത്തെ പ്രധാനപ്പെട്ട നിലപാടുകൾ കവിതയിൽ മാത്രമല്ല നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര ചരിത്രത്തിലും വലിയ പങ്ക് വഹിച്ചു. ഈ വരികൾക്കെതിരെയാണ് ഇദ്ദേഹം വയലാർ ഉടവാളൊരുക്കി വീണ തീർത്തു, ഇനി വിപ്ലവത്തിനൊന്നും കിട്ടില്ല, പാട്ടും പാടി നടക്കുകയാണ്. അതിന് ഉത്തരമായിട്ട് എൻ്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്നൊരു കവിതയുണ്ട്. ഉടവാളൊരുക്കി ഞാൻ വീണ തീർത്തത് നാട്ടിൽ ഉറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല, കാറ്റടിച്ചിളകുന്ന കാലത്തിൻ താരസ്വരം മാറ്റത്തിൻ രാഗം താനം പല്ലവിയാക്കാനല്ലോ. അറിയില്ലെങ്കിൽ ചെന്നു ചോദിക്കൂ മനസ്സിലെ മറവി ഉറക്കിയ മൗനത്തോടെ എന്നെപ്പറ്റി. അനുഭൂതികൾ വന്ന് വിരൽ തൊട്ടുണർത്തുമ്പോൾ അവയോട് അന്വേഷിച്ചാൽ അറിയാം എന്നെപ്പറ്റി. നാളത്തെ പ്രഭാതത്തിൻ സിന്ദൂരാരുണ ജ്വാലാനാളങ്ങൾ പറയും ഈ തീയിൻ്റെ ഇതിഹാസം. വിരിയും ചിപ്പിക്കുള്ളിൽ സ്വപ്നത്തിൻ മുത്തുണ്ടെങ്കിൽ അവയോട് അന്വേഷിച്ചാൽ അറിയാം എന്നെപ്പറ്റി. ഈ വരികൾ സത്യത്തിൽ തിരുനെല്ലൂരിനും കൂടെ ബാധകമാണ്. സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട് മനുഷ്യന്റെ കവിയായി വരുന്നു എന്നത് തന്നെയാണ് അന്ന് തിരുനെല്ലൂർ കണ്ടെത്തിയ ഒരു മധ്യമ മാർഗം, ഒരു ബുദ്ധമാർഗം എന്ന് കൂടുതൽ പ്രസക്തമായി വരികയാണ്. തിരുനെല്ലൂരിൻ്റെ പ്രമാദമായ നിലപാടുകൾ ഒന്ന് കാൾമാർക്സിനെ കുറിച്ചാണ്. കാൾമാർക്സ് മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രം എന്നൊന്നില്ലെന്നും മാർക്സിസ്റ്റുകൾ സൗന്ദര്യശാസ്ത്രത്തിനെതിരാണെന്നും അന്നത്തെ യാഥാസ്ഥിതിക പണ്ഡിതന്മാർ പറഞ്ഞതിനെതിരെ കൃത്യമായ ഭാഷയിൽ തിരുനെല്ലൂർ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ സൗന്ദര്യത്തിനെതിരല്ല. നമ്മൾ പൂർവ്വകാല ഗ്രീക്ക് കവിതകളോ ഇന്ത്യൻ ക്ലാസിക്കുകളോ വായിക്കുമ്പോൾ എന്തുകൊണ്ടത് കാലാതിവർത്തിയായി നിലനിന്നു എന്ന് അന്വേഷിക്കുമ്പോൾ സൗന്ദര്യത്തിനെതിരായിട്ടല്ല, ആ സൗന്ദര്യം സൃഷ്ടിച്ചത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ സങ്കല്പശേഷി കൂടിയാണ് എന്ന അർത്ഥത്തിലാണ്
മാർക്സിസ്റ്റുകൾ സൗന്ദര്യത്തെ കണ്ടിട്ടുള്ളത്. താൻ മാർക്സിസ്റ്റാണ്, മാർക്സ് എന്ന പേരിലൊരു കവിതയുണ്ട്. മാർക്സിനെ കുറിച്ച് അതിമനോഹരമായൊരു കവിതയുണ്ട്. ഒരുപക്ഷെ പിന്നീട് ONV എഴുതിയ പടകുടീരങ്ങളിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻ വാക്കുറങ്ങാതിരിക്കുന്നു എന്ന വരികളെക്കാൾ തീക്ഷ്ണമാണ് മാർക്സിനെ കുറിച്ച് തിരുനെല്ലൂർ എഴുതിയ കവിതയിലെ വരികൾ. മെയ് ദിനത്തെക്കുറിച്ചുള്ള കവിത, പല കവിതകളും, ഞാൻ കവിതകളെ കുറിച്ച് ഇനി വിസ്തരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം അന്ന് ഉയർത്തിയൊരു നിലപാട്, ഭാരതം ഭൗതികവാദത്തിൻ്റെ നാടുകൂടിയാണ്. ഒരുപക്ഷെ ഒരു കവി ഇത്ര തീക്ഷ്ണമായത് പറയുന്നത് തിരുനെല്ലൂരാണെന്ന് തോന്നുന്നു. സാഖ്യം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ മുതലായ ദർശനങ്ങളിൽ ഭൗതികവാദമാണ് മുന്നിട്ട് നിന്നത്. ചാർവാകന്മാർ, ലോകായതന്മാർ തുടങ്ങിയ വലിയ ഭൗതികവാദ ദാർശനികന്മാർ ഇന്ത്യയിലുണ്ടായിരുന്നു. സംസ്കൃതം പഠിച്ചൊരു കവി എന്ന നിലയിൽ, ഇന്ത്യൻ സംസ്കൃതിയെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ, ഇന്ത്യൻ സംസ്കൃതിയുടെ ഈ വശത്തെയും ഒപ്പം ഇതിഹാസ പുരാണാദി ക്ലാസിക്കൽ സംസ്കൃതികൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു സൗന്ദര്യമണ്ഡലത്തെയും കവിയായി നിന്നുകൊണ്ട് കാണുകയും അതിനെ ആഗോളതലത്തിൽ വികസിച്ചു വന്ന മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തെ കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രവുമായി ബന്ധിപ്പിക്കുകയും ചെയ്ത കവികളിൽ മുൻനിരയിലാണ് തിരുനെല്ലൂർ കരുണാകരൻ്റെ സ്ഥാനം. അദ്ദേഹം ലീപ്പെ എന്നൊറ്റ പേരുള്ള ഒരു ചീന കവിയുടെ 8-ാം നൂറ്റാണ്ടിലെ 7 കവിതകൾ പരിഭാഷപ്പെടുത്തി. ആ പേര് ലീപ്പെ എന്നാണോ? ലീപ്പെ എന്നോ മറ്റോ പേരുള്ള ഒരു ചീന കവിയുടെ 8-ാം നൂറ്റാണ്ടിലെ കവിയാണ്. അദ്ദേഹത്തിന്റെ 7 കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ലോക കവിത, ചീന കവിതയെ ഇന്നും നമ്മൾ പരിഭാഷപ്പെടുത്താൻ പഠിക്കുന്നുണ്ട്. ചൈനയിൽ വന്ന കവിതകളെ, ലാവോൾസുവിന്റെ ചിന്തയുണ്ടായ ഒരു നാടാണ്. അപ്പൊ ലാവോൾസുവിന്റെയും ബുദ്ധന്റെയും ചിന്ത പടർന്നു കിടക്കുന്ന ഈ ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ മാനവചരിത്രപരമായ അംശങ്ങൾ നമ്മുടെ സംസ്കൃതിയിലുണ്ടെന്നും ആ സംസ്കൃതിയെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് നമുക്ക് കാലാനുസാരിയായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരെ സൗന്ദര്യമണ്ഡലത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തിയ ആദ്യത്തെ കവികളിൽ ഒരാളാണ് തിരുനെല്ലൂർ കരുണാകരൻ. വയലാറൊക്കെ ആ നിലയ്ക്ക് പ്രവർത്തിച്ച ഒരാളാണ്, ONV ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഏറ്റവും സത്യസന്ധമായി ചെയ്ത ഒരാൾ തിരുനെല്ലൂർ കരുണാകരനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ തെരഞ്ഞെടുത്ത കവിതകളുടെ മുഖക്കുറിപ്പിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭഗവത്ഗീത പോലെ പിൽക്കാലത്ത് പ്രക്ഷിപ്തമായി വന്ന ഒരു സവർണാധിഷ്ഠിത ബ്രാഹ്മണ ഗ്രന്ഥം അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തിൻ്റെ പ്രമാണ ഗ്രന്ഥമല്ല ഉപനിഷത്തുക്കൾ. അതോടൊപ്പം തന്നെ സാഖ്യം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ബുദ്ധദർശനങ്ങൾ, ജൈനദർശനങ്ങൾ, കപിലൻ, കണാദൻ, ഗൗതമൻ തുടങ്ങി സിദ്ധാർത്ഥൻ, വർദ്ധമാന മഹാവീരൻ വരെ നീണ്ടുകിടക്കുന്ന ഇന്ത്യൻ ദർശന പദ്ധതിയുടെ ആഴം മനസ്സിലാക്കിയ ഒരു കവിയായിരുന്നു. ആ ആഴത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ലോക കാവ്യ ദർശനങ്ങളെ സ്വീകരിച്ചത്. അതിന് അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും അടയാളങ്ങൾ കാണാം. പക്ഷെ മിതഭാഷയായതുകൊണ്ടും തന്നെക്കുറിച്ചൊരു അവകാശവാദവും പറയാൻ ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ടും താൻ തന്നെ വിശേഷിപ്പിക്കുന്നത് പോലെ അലസനായിരുന്നത് കൊണ്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അലസനായതുകൊണ്ട് എൻ്റെ കവിതകൾ സമാഹരിക്കാൻ ഞാൻ ഉത്സാഹം കാണിച്ചില്ല. ഇപ്പോൾ ഈ എൻ്റെ സുഹൃത്തുക്കളുടെയും പ്രസാധകരുടെയും നിർബന്ധം കൊണ്ടാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അല്ല, എനിക്കിത് കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് കൂടിയാണ്. അങ്ങനെ ഒരു പ്രേരണാശക്തി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തിരുനെല്ലൂർ കുറെ കൂടി എഴുതുമായിരുന്നു, തിരുനെല്ലൂർ കുറെ കൂടി സമാഹരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം എഴുതിയത് മുഴുവൻ സമാഹരിക്കപ്പെട്ടിട്ടില്ല. കുട്ടികൾക്ക് വേണ്ടി ധാരാളം എഴുതിയിട്ടുണ്ട്. ഒന്നാന്തരം പരിഭാഷകനായിരുന്നു. ധാരാളം പരിഭാഷകൾ നിർവഹിച്ചിട്ടുണ്ട്. ധാരാളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ പാകെ കേൾക്കുന്നത് കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഈ അറ്റത്തൊരു കാഴ്ച മാത്രമാണ്. അങ്ങനെ വിപുലമായ തലങ്ങളിൽ പ്രവർത്തിച്ച ഒരു കവി, വിപുലമായ പോരാട്ടങ്ങളിൽ ഇടപെട്ട ഒരു കവി, അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വർഗബഹുജന പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ നായകസ്ഥാനത്ത് ഒരു അവകാശവാദവും കൂടാതെ പ്രവർത്തിച്ചൊരു കവി. അവിടെ നിൽക്കുമ്പോഴും ഡോഗ്മാറ്റിക് വരണ്ട പാർട്ടി വ്യക്തിത്വമായി ചുരുങ്ങാതെ പോയ ഒരു കവി. ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഡോഗ്മാറ്റിക്കായ വരണ്ട പാർട്ടി വ്യക്തിത്വമായി ചുരുങ്ങാതെ വിശ്വ സംസ്കാര പൈതൃകത്തെ ഭാരതീയ പൈതൃകവുമായി ചേർത്ത് വെച്ച്, അല്ലെങ്കിൽ ഭാരതീയ സംസ്കൃതിയെ വിശ്വ സംസ്കാര പൈതൃകങ്ങളുമായി ചേർത്ത് വെച്ച് ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പുലർത്തേണ്ടതായ സമനില പാലിച്ച ഒരു കവിയാണ്. ഇന്ന് തിരുനെല്ലൂരിനെ ആലോചിക്കുമ്പോൾ അതിനാണ് പ്രസക്തി കൂടുതൽ. രാമായണം, മഹാഭാരതം, വേദം, ഉപനിഷത്ത്, കാളിദാസൻ തൊട്ട് ചെണ്ട കിണ്ടി മുഴുവൻ പുനരുത്ഥാനവാദികൾക്ക് നമ്മൾ കരമൊഴിവായി കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ എടുത്തോ.
ഞങ്ങൾക്ക് രാമായണം വേണ്ട, ഞങ്ങൾക്ക് മഹാഭാരതം വേണ്ട, ചെണ്ട വേണ്ട, കിണ്ടി വേണ്ട, വിശ്വാസവും വേണ്ട. വിശ്വാസം വേണ്ട എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആഗോള സംഗമമൊക്കെ നടത്തും അല്ലേ? അങ്ങനെ വിശ്വാസത്തിൻ്റെ പുതിയ മാർക്കറ്റിംഗ് ഇങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചൊരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ല അദ്ദേഹം പറഞ്ഞത്. ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യൻ സംസ്കൃതിയെ പഠിക്കണം. അതല്ലാതെ പെട്ടെന്നൊരു അടവ് നയമായി ഒരു സംഗമവും കൊണ്ടിറങ്ങിയാൽ ചോറുണ്ണുന്ന ബുദ്ധികളുള്ളവർക്കൊക്കെ കാര്യം മനസ്സിലാവും. അങ്ങനെ പറയുന്നതിൽ നിങ്ങൾ എന്നോട് തെറ്റിദ്ധരിക്കരുത്. യുവകലാസാഹിതിയിൽ അങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇത്തരം അടവ് നയങ്ങളല്ല ഒരു സംസ്കൃതിയിൽ നാണയപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ. നമ്മൾ മാർക്സിസം പഠിക്കണം, ലെനിനിസം പഠിക്കണം, ആഗോള കമ്മ്യൂണിസ്റ്റ് ചിന്തകളൊക്കെ പഠിക്കണം. അതോടൊപ്പം ഇന്ത്യയിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റെനി ദക്കാർത്തെ തൊട്ട് കാൾ മാർക്സ് വരെ 18ഓ 19ഓ നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ ചിന്തയിൽ ഉയർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് ദാർശനികതയ്ക്ക് എത്രയോ മുമ്പാണ്, സഹസ്രാബ്ദങ്ങൾ മുമ്പാണ് കപിലൻ തൊട്ട്. കപിലനെ അന്ന് ചുവന്ന മഹർഷി എന്നാണ് വിളിച്ചത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ചോപ്പ് അന്ന് ഈ യുക്തിവാദം പറഞ്ഞ അല്ലെങ്കിൽ തെറിച്ചു നിന്ന ആളെ ചാർത്തിക്കാൻ ആ കാലത്തെ യാഥാസ്ഥിതികന്മാർ മറന്നിട്ടില്ല. ചുവന്ന മഹർഷിയായ കപിലൻ തൊട്ട് കണാദൻ വരെയും ചാർവാകന്മാരിലൂടെയും ലോകായതന്മാരിലൂടെയും വികസിച്ച ഒരു ഇന്ത്യൻ ഭൗതികവാദ പൈതൃകം. ഇത് പലരും പഠിച്ചിട്ടുണ്ട്. കെ ദാമോദരൻ കാര്യമായി പഠിച്ച അതാണ്. NE ബാലറാം അത് പഠിച്ചിട്ടുണ്ട്. ചതോപാധ്യായ അദ്ദേഹത്തിൻ്റെ പേരും ഒരു ബംഗാളി എഴുത്തുകാരനുണ്ടല്ലോ, അത് പേര് മറന്നുപോയതാ, ദേവിപ്രസാദ് ചൗരസ്യ, മറ്റേ അദ്ദേഹം നമ്മുടെ DD കൊസാംബി. ഇങ്ങനെയുള്ള ആളുകൾ ഇന്ത്യൻ സംസ്കൃതിയെ, ഭാരതീയമായ ദർശനങ്ങളെ ഡയലക്റ്റിക്കലായ അളവുകോല് വെച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പഠനം തുടരേണ്ടിയിരുന്നു. ഒരുപക്ഷെ അവസാനം ചന്ദ്രശേഖരൻ നായരിലൊക്കെ ഇത് അവസാനിച്ചു. കൊളാടി ഗോവിന്ദൻകുട്ടിയും ഉണ്ണിരാജായും ഒക്കെ CPIയിലുള്ള കുറേ പണ്ഡിതന്മാർ പലതും ശ്രമിച്ചെങ്കിലും പാർട്ടി പിളർന്നപ്പോൾ അവരൊന്നും പണ്ഡിതന്മാരായിട്ടോ ചിന്തകന്മാരായിട്ടോ കണക്കാക്കാൻ ഭൂരിപക്ഷ കമ്മ്യൂണിസ്റ്റുകൾക്ക് മനസ്സുണ്ടായില്ല, അല്ലെങ്കിൽ ബോധപൂർവ്വം തമസ്കരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നും വിചാരിക്കേണ്ടതില്ല. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നില്ലായിരുന്നുവെങ്കിൽ തിരുനെല്ലൂർ കരുണാകരൻ ചെറുകാടിൻ്റെ താഴെയായി പോയില്ലായിരുന്നു. എനിക്ക് ചെറുകാടിനോട് യാതൊരു വിരോധവുമില്ല. പക്ഷേ കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ എന്ന മട്ടിൽ ചെറുകാടിനെ കാളിദാസനാക്കുന്ന ആളുകൾ കാളിദാസന്റെ എത്രയോ ഇരട്ടി അപ്പുറത്ത് നിർത്തേണ്ട ആളാണ് തിരുനെല്ലൂർ കരുണാകരൻ. തിരുനെല്ലൂർ കരുണാകരനും ONVയും വയലാറും P ഭാസ്കരനും അവരെക്കുറിച്ചൊക്കെ വേറെ വേറെ പറയേണ്ടതാണ്. പുതുശ്ശേരിയും അടക്കമുള്ള എത്രയോ കവികൾ അവർ കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് സത്യസന്ധമായി തുറന്നു നിന്നു എന്നതിൻ്റെ പേരിൽ മാത്രം അവരുടെ കവിതകൾക്ക് അയിത്തം കൽപ്പിച്ച ഒരു വരേണ്യ ശുദ്ധിവാദം, അശുദ്ധിവാദം കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി ലോകത്തും ഉണ്ട് എന്നെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ട കാലമായിരിക്കുന്നു. അതുകൊണ്ട് തിരുനെല്ലൂരിന് വേണ്ടി ഹാജരാവാൻ യുവകലാ സാഹിത്യമൊക്കെ തന്നെ കാര്യമായിട്ടുണ്ടാകൂ അല്ലേ? അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. തിരുനെല്ലൂരിന് വേണ്ടി ഹാജരാകണം. കുറച്ച് വൈകിയാണെങ്കിലും വേണ്ടത്ര തിരുനെല്ലൂരിനെ ഞാൻ പഠിച്ചിട്ടില്ല. TK വിനോദൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ മാത്രമല്ല, മലയാള കവിതയെ വളരെ ആഴത്തിൽ അപഗ്രഥിക്കുന്ന, ഏറ്റവും പുതിയ കവിതയുടെ കൂടി ശരിയായ പതിരും നെല്ലും വേർതിരിച്ച് അറിയാൻ കഴിയുന്ന നല്ല ത്യാജ്യ ഗ്രാഹ്യ വിവേചനമുള്ള ഒരു കാവ്യ ആസ്വാദകനും വിമർശകനും കൂടിയാണ് അദ്ദേഹം. അങ്ങനെ വിമർശനമായിട്ടൊന്നും പുറത്തേക്ക് വരില്ല. തിരുനെല്ലൂരിനുള്ള ഒരു മടി ഇദ്ദേഹത്തിനുണ്ട്. ഒരു മുന്നോട്ട് ഇടിച്ചു കയറാൻ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹം കുറെ കൂടി വിപുലമായി തിരുനെല്ലൂരിനെ കുറിച്ച് സംസാരിക്കും. എനിക്കിതൊരു കുറ്റബോധത്തിൻ്റെ മാത്രമല്ല, എനിക്കൊരു പ്രായശ്ചിത്തത്തിൻ്റെ കൂടി വേദിയാണ് മഹേഷൊക്കെ ഒരുക്കി തന്നത്. കാരണം തിരുനെല്ലൂരിനെ കുറിച്ച് മാത്രം ഞാൻ ഈ കവികളെ കുറിച്ചൊക്കെ പറഞ്ഞു നടന്നിട്ടുണ്ട്. ഭാസ്കർ മാഷെ കുറിച്ച് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. വയലാറിനെ കുറിച്ച് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് ഞാനായിരിക്കും. അക്കിത്തത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഇടശ്ശേരിയെക്കുറിച്ച്, വൈലോപ്പള്ളിയെക്കുറിച്ച് ഞാൻ അധികം പ്രസംഗിക്കാത്ത പ്രധാനപ്പെട്ട 2 കവികൾ, ഒന്ന് തിരുനെല്ലൂരും മറ്റൊന്ന് പുതുശ്ശേരി രാമചന്ദ്രനുമാണ്. ONV സാറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനൊരു കാരണം ഈ ഭാസ്കരൻ, വയലാർ, ONVയിൽ നമ്മൾ നിർത്തി. ഒരുപക്ഷെ അതിന് മുമ്പ് നിർത്തേണ്ടിയിരുന്ന തിരുനെല്ലൂരിനെ എന്തുകൊണ്ടൊക്കെയോ കാരണങ്ങളാൽ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തന്നെ അനാസ്ഥയായിരിക്കാം, എനിക്കങ്ങനെ ഇടം കിട്ടണമെന്നോ താൻ അങ്ങനെ കൊണ്ടാടപ്പെടണമെന്നോ താൻ അങ്ങനെ ഒരു താരമാകണമെന്നോ ഒരു കാലത്തും തിരുനെല്ലൂർ ആഗ്രഹിച്ചിട്ടില്ല. അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് ഒരു സാധാരണ ഗ്രാമീണനായി നിന്ന് ആ 8 മുടികളെയും വാരി പുണർന്ന് അഷ്ടമുടിക്കായലിൻ്റെ രാത്രി ദൃശ്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയിൽ. അതൊക്കെ വല്ലാത്തൊരു ദൃശ്യമാണ്. അഷ്ടമുടിക്കായൽ കാണാൻ കൊതിയാവും.
അദ്ദേഹം അഷ്ടമുടി കായലിനെ കുറിച്ച് എഴുതിയത് വായിച്ചാൽ, അങ്ങനെ ദേശിംഗനാടിൻ്റെ സൗന്ദര്യമണ്ഡലത്തിൽ ആറാടി നിൽക്കുമ്പോൾ തന്നെ ദേശിംഗനാടിൻ്റെ കരുത്തുറ്റ പോരാട്ടങ്ങളുടെ അശ്വശക്തിയായും വർത്തിച്ച യുഗപ്രഭാവനായ ഒരു കവിയെയാണ് ഇന്ന് യുവകലാസാഹിതി അനുസ്മരിച്ചത്. ആ ജന്മശതാബ്ദി വർഷത്തിൽ ആ യുഗസ്രഷ്ടാവായ കവിയുടെ അമരസ്മരണകൾക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു.